കാറ്റത്തെ കിളിക്കോട് സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ സത്യമെല്ലാം തന്നെ എല്ലാവരോടും തുറന്നു പറയണല്ലോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ തകർന്ന് നിൽക്കുകയായിരുന്നു സുഭാഷ്. പക്ഷേ ആരും വിചാരിക്കാത്ത നേരത്താണ് നിധി അങ്ങോട്ടേക്ക് കയറി വരുന്നത്. നിധി വരുമെന്ന് സുഭാഷും സുധീഷും സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. എല്ലാവർക്കും ഫുഡും കൊടുത്ത് എങ്ങനെയെങ്കിലും ഈ സദ്യയും കാര്യങ്ങളൊക്കെ ഒന്ന് അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചപ്പോഴായിരുന്നു നിധിയുടെ ആ ഒരു വരവ്. നിധി വന്നതോടുകൂടി തന്നെ സുഭാഷിനും സുധീഷിനും വലിയ സമാധാനമായി. പിന്നെ ഫോട്ടോ എടുപ്പും ബഹളവുമായിരുന്നു. പക്ഷേ നിധിക്ക് ആകപ്പാടെ ഒരു അസ്വസ്ഥതയായിരുന്നു സുധീഷിൻ്റെ അടുത്തേക്ക് വന്ന് നിൽക്കാൻ. മനസ്സില്ലാ മനസ്സോടുകൂടിയാണ് നിധി ഓരോ പോസിനും നിൽക്കുന്നത്. സുധീഷ് ആണെങ്കിൽ അവളുടെ അടുത്ത് തന്നെ പറ്റി നിന്നു. ഇതെല്ലാം കണ്ട് ഭാസ്കരന് ഭയങ്കര സന്തോഷത്തിലായിരിക്കും. തൻ്റെ കുടുംബത്തിൽ ഇത്ര പെട്ടെന്ന് രണ്ടാമത്തെ മോൻ്റെ കല്യാണം നടക്കുമെന്ന് അദ്ദേഹം ഒട്ടും തന്നെ പ്രതീക്ഷിച്ചതല്ല. ഫോട്ടോ സെക്ഷൻ കഴിഞ്ഞപ്പോഴാണ് ഭാസ്കരൻ ആ ഒരു വമ്പൻ ട്വിസ്റ്റ് ഇടുന്നത്. ഇനിയാണ് മക്കളെ ശരിക്കുള്ള കളി തുടങ്ങുന്നത് എന്നൊക്കെ പറഞ്ഞ് അയാൾ മുന്നോട്ട് വന്നു. അന്നേരം സുഭാഷ് അന്തം വിട്ട് ചോദിച്ചു, അച്ഛാ അച്ഛൻ എന്തൊക്കെയാണ് ഈ പറയുന്നത്? അന്നേരം ഭാസ്കരൻ പറഞ്ഞു, എടാ പോലീസ് സ്റ്റേഷനിൽ വെച്ച് താലി കെട്ടിയെന്ന് പറഞ്ഞാൽ അതൊന്നും പോരാ. 4 ആളുടെ മുന്നിൽ വെച്ച് തല ഉയർത്തി പിടിച്ചു തന്നെ ഇത് പറയണം. ഇവൾ എൻ്റെ ഭാര്യയാണെന്ന്. അതിന് ഇവിടെ വെച്ച് തന്നെ താലി കെട്ടണം. ചന്തുവിനോട് ആ മാല കൊണ്ടുവരാൻ പറഞ്ഞു. സുധീഷിൻ്റെയും നിധിയുടെയും കയ്യിൽ ആ ഒരു മാല കൊടുത്തിട്ട് പരസ്പരം അണിയാൻ പറഞ്ഞു. നിധിക്കിത് തീരെ താല്പര്യമില്ലായിരുന്നുവെങ്കിലും സുധീഷ് ആദ്യം അവളെ കഴുത്തിലേക്ക് മാലയിട്ട് കൊടുത്തു. നിധി ആകെ സങ്കടപ്പെട്ടിരിക്കുകയായിരുന്നു. ആൾക്കാരുടെ മുന്നിൽ വെച്ച് ഇവളെങ്ങാനും നാണം കെടുത്തുമോ എന്നായിരുന്നു സുധീഷിൻ്റെ പേടി. ഒടുവിൽ നിവൃത്തിയില്ലാതെ തന്നെ നിധി അവൻ്റെ കഴുത്തിലും മാലയിട്ട് കൊടുത്തു. അപ്പോഴാണ് ഭാസ്കരൻ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് തന്നെ തൻ്റെ പോക്കറ്റിൽ നിന്നും ആ താലിമാല പുറത്തെടുക്കുന്നത്. കുടിച്ചു നടന്ന് വീട്ടിലേക്ക് പൈസ പോലും കൊടുക്കാത്ത അച്ഛൻ്റെ കയ്യിൽ ഇതെങ്ങനെ വന്നു എന്ന് മക്കൾക്ക് പോലും മനസ്സിലായിരുന്നില്ല. ഭാസ്കരൻ സുധീഷിനോട് പറഞ്ഞു, എടാ മോനെ, നീ ഇത് ഇവളുടെ കഴുത്തിൽ ഈ താലി കൂടെ അണിയിക്കുക. ഭാസ്കരൻ്റെ മരുമകളുടെ കഴുത്തിൽ 4 ആൾ കാണുകയെ തന്നെ താലി വീഴണം. നിധി ദയനീയമായി സുധീഷിനെ നോക്കുന്നുണ്ട നേരം. സുധീഷിന് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായി. ഇവിടെ വന്ന് നിന്നാൽ മതി, വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് സുഭാഷാണ് അവളെ കൂട്ടിക്കൊണ്ടു വന്നത്. നിധി പതുക്കെ പറഞ്ഞു, എനിക്ക് പറ്റില്ല, ഞാൻ ഇപ്പം തന്നെ ഇവിടെ നിന്ന് പോവാണെന്ന് പറയും. സുധീഷ് അവളെ സമാധാനിപ്പിക്കാൻ നോക്കി. നീ ഒന്ന് സമാധാനപ്പെട്, ഇത് വെറുതെ ഒരു ചടങ്ങിന് വേണ്ടി കെട്ടുന്നതല്ലേ, ഇതൊന്നും കാര്യമാക്കണ്ട എന്നൊക്കെ പറഞ്ഞ് അവൻ പതിയെങ്ങനെ നിധിയോട് പറഞ്ഞു. സുഭാഷിന് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഒടുവിൽ കെട്ടിമേളത്തിൻ്റെ അകമ്പടിയോടുകൂടി തന്നെ സുധീഷ് വീണ്ടും നിധിയുടെ കഴുത്തിൽ താലി കെട്ടി. ഭാസ്കരന് അപ്പോഴാണൊന്ന് ആശ്വാസമായത്. പിന്നീട് ഹരീഷും നികേഷും ഒക്കെ അങ്ങോട്ടേക്ക് വന്ന് ഫോട്ടോ എടുക്കാൻ ബഹളം വെച്ചു. എല്ലാവരും കൂടെയുള്ള ഫോട്ടോ എടുക്കുമ്പോഴും നിധി സുധീഷിൻ്റെ നിന്നും ഒരകലം പാലിച്ചാണ് നിന്നിരുന്നത്. ആ സമയം അങ്ങോട്ടേക്ക് സുനന്ദ ഓടി വന്നു. സുഭാഷിൻ്റെ അടുത്തേക്ക് ചേർന്ന് നിന്നുകൊണ്ട് തന്നെ അവൾ ചോദിച്ചു, സുഭാഷ് ഏട്ടാ, നമുക്കും കൂടി ഒരു ഫോട്ടോ എടുത്താലോ? എന്നിട്ട് ഫോട്ടോഗ്രാഫറോട് ഫോട്ടോ എടുത്തു തരാൻ പറഞ്ഞു. എന്നിട്ട് സുഭാഷിനോട് ഓർമ്മിപ്പിച്ചു, പ്രിൻ്റ് വെക്കുമ്പോൾ എനിക്കും ഒരെണ്ണം തരണേ. അമ്മ കാണാതെ ഓടി വന്നതാ, പെട്ടെന്ന് പോകണം. പക്ഷേ സുഭാഷ് അവളെ വിട്ടില്ല. അങ്ങനെ അങ്ങ് പോയാലോ? ആഹാരമൊക്കെ കഴിച്ചിട്ട് പോയാൽ മതിയെന്നും പറഞ്ഞു സുഭാഷ് അവൾക്ക് ഭക്ഷണമെല്ലാം വിളമ്പിക്കൊടുത്തു. സദ്യ എല്ലാം കഴിച്ചിട്ട് എല്ലാവരും അവിടെ നിന്നും പിരിഞ്ഞു പോയപ്പോൾ സുഭാഷിൻ്റെ നെഞ്ചിൽ ഒരു ആദി തുടങ്ങുകയായിരുന്നു. നിധിക്ക് ഈ വിവാഹത്തിന് ഒട്ടും നല്ല താല്പര്യമില്ലാത്തതാണ്. സുധീഷ് പറഞ്ഞതുപോലെ തന്നെ നാളെ അവൾ തിരിച്ചു പോയി കഴിഞ്ഞാൽ നാട്ടുകാരോടൊക്കെ എന്ത് മറുപടി പറയും? ഇത്രയുമൊക്കെ കള്ളങ്ങൾ പറഞ്ഞ് നാട്ടുകാരെയൊക്കെ കൂട്ടേണ്ടിയിരുന്നില്ല എന്ന് സുഭാഷ് ഓർത്തു. രാത്രി സുധീഷ് അച്ഛൻ്റെ അടുത്തേക്ക് വന്ന് ചോദിച്ചു, അച്ഛാ, താലിമാല എവിടുന്നാ കിട്ടിയത്? അത് പുതിയതാണോ? ഭാസ്കരൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എടാ, പുതിയതൊന്നും മേടിക്കാനുള്ള പണമൊന്നും എൻ്റെ കയ്യിലില്ല. അത് നിന്റെ അമ്മയുടെ താലിമാലയാണടാ. ഇത്രയും കാലം ഞാനത് സൂക്ഷിച്ചു വെച്ചതായിരുന്നു. ഇത് കേട്ടതോടുകൂടി തന്നെ സുധീഷ് ഒന്ന് ആലോചിച്ചു നിന്നു. അമ്മയുടെ കാര്യം ആലോചിച്ചപ്പോൾ ഇനി നിധി തൻ്റെ കൂടെ നിൽക്കുമോ അതോ വിട്ടിട്ട് പോകുമോ എന്നവൻ ശങ്കിച്ചു. ഭാസ്കരൻ അവനെ ഉപദേശിച്ചു, അതൊക്കെ നിന്റെ കയ്യിലിരിപ്പ് പോലെ ഇരിക്കും. നിങ്ങൾ സമാധാനത്തോടെ നീ അവളെ സ്നേഹിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ അവൾ എങ്ങോട്ടേക്കും പോവില്ല എന്ന് പറയാണ് ഭാസ്കരൻ. പിന്നീട് മുറിയിലേക്ക് തിരിച്ചെത്തിയ നിധി ആകെ അസ്വസ്ഥയായിരുന്നു. കഴുത്തിൽ കിടക്കുന്ന ആ ഒരു താലിമാല കാണുമ്പോഴേ അവൾക്ക് വല്ലാത്ത ഭയമായിരുന്നു. എങ്ങനെയെങ്കിലും നാളെ ഇവിടെ നിന്നും രക്ഷപ്പെടണമെന്ന് അവൾ ഉറപ്പിച്ചു. സുധീഷ് അനുജന്മാരെ കൂടെ കിടക്കാൻ വന്നപ്പോൾ നികേഷ് കളിയാക്കി, കല്യാണം കഴിഞ്ഞിട്ട് ചേട്ടൻ എന്താ ഇവിടെ തന്നെ കിടക്കുന്നത്? ചേട്ടൻ ഭാര്യയുടെ അടുത്തല്ലേ കിടക്കേണ്ടത്? സുഭാഷ് അവനെ വഴക്ക് പറഞ്ഞ് സുധീഷിനെ അവിടെ തന്നെ കിടക്കാൻ അനുവദിച്ചു. അവർ തമ്മിൽ സ്നേഹിച്ചല്ല കല്യാണം കഴിച്ചത് എന്ന് അനിയന്മാർക്കൊന്നും അറിയില്ലായിരുന്നു. സുധീഷ് നന്ദി പറയാൻ വേണ്ടി നിധിയുടെ മുറിയിലേക്ക് ചെന്നു. നീ സ്റ്റേജിലേക്ക് വന്നു നിന്നതുകൊണ്ട് തന്നെ എനിക്കും ചേട്ടനും അഭിമാനമായി എന്നവൻ പറഞ്ഞു. പക്ഷേ നിധി അന്നേരം അവനോട് പൊട്ടിത്തെറിച്ചു, അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഈ കഴുത്തിൽ കിടക്കുന്ന ഈ താലി ഞാനിത് ഊരിവെക്കാൻ കാത്തിരിക്കുകയാണ്. നാളെ നിങ്ങൾ എന്നെ ഹോസ്റ്റലിലേക്ക് കൊണ്ടുവരണം. പിന്നെ വീട്ടുകാരോടെല്ലാവരോടും ഇത് പറയണം.
നിങ്ങളുടെ വീട്ടുകാരോടൊക്കെ എന്ത് പറയണമെന്ന കാര്യങ്ങൾ നിങ്ങൾ തന്നെ തീരുമാനിച്ചു വെച്ചോ. സുധീഷ് അന്നേരം നിധിയുടെ വാക്ക് കേട്ട് ആകെ പകച്ചുപോയി. അതേസമയമാണ് സുഭാഷ് പൂമുഖത്തേക്ക് ദൈവങ്ങളുടെ ഫോട്ടോക്ക് മുന്നിൽ നിന്ന് തൊഴുത് പ്രാർത്ഥിക്കുന്നത് കണ്ടത്. എൻ്റെ ഭഗവാനെ, ഇത്രയും നാൾ നീ കൂടെ ഉണ്ടായിരുന്നു. ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നൊന്നും അറിയില്ല. അവർ പിരിയാതെ ഒന്നിച്ച് ജീവിക്കാൻ നീ തന്നെ വഴി കാണിച്ചു കൊടുക്കണം. തൻ്റെ അനിയന്മാരുടെ സന്തോഷം മാത്രമായിരുന്നു സുഭാഷിൻ്റെ ലക്ഷ്യം. ഇനി നിധിയുടെ തീരുമാനം എന്താവും? അവൻ തമ്മിൽ ഒരുപക്ഷെ ഇനി ഒരുമിച്ച് ജീവിക്കുമോ? അങ്ങനെ അന്ന് രാത്രിയുടെ നിശബ്ദതയിൽ നിധി ആ മുറിയിൽ തനിച്ചായപ്പോൾ അവളുടെ ഉള്ളിലെ സങ്കടം ഒരു അഗ്നിപർവ്വതം പോലെ പൊട്ടിത്തെറിച്ചു. കണ്ണാടിയുടെ മുന്നിൽ നിന്നുകൊണ്ട് തന്നെ തൻ്റെ കഴുത്തിലെ ആ താലിമാലയിലേക്ക് അവൾ നോക്കി. ഭാസ്കരൻ തനിക്ക് നൽകിയ ആ പഴയ സ്വർണ്ണത്താലി അവൾക്കതൊരു ബന്ധനമായി തോന്നി. സുധീഷ് അരികിലേക്ക് വന്നപ്പോൾ അവൾ അലറി. ഇതൊരിക്കലും ഒരു കല്യാണമല്ല. ഒരു പെണ്ണിൻ്റെ സമ്മതമില്ലാതെ കഴുത്തിൽ കെട്ടുന്ന ഈ ചരടിന് എന്ത് വിലയാണുള്ളത്? സുധീഷ് ആകെ തകർന്നു പോയി. അവൻ പതുക്കെ പറഞ്ഞു, നിധി, അച്ഛൻ്റെ നിർബന്ധം കൊണ്ടാണ് ഞാനത് ചെയ്തത്. ഒരിക്കലും നിന്നെ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല. എന്നാൽ നിധി വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. നാളെ നേരം വെളുക്കുമ്പോൾ ഞാൻ ഈ വീടിൻ്റെ പടിയിറങ്ങും. ഹോസ്റ്റലിൽ പോയാലും തെരുവിലായാലും എനിക്കിവിടെ നിൽക്കാനൊന്നും വയ്യ. അവൾ തൻ്റെ ബാഗ് പാക്ക് ചെയ്യാൻ തുടങ്ങി. സുധീഷ് പുറത്ത് വരാന്തയിലിരുന്ന് രാത്രി മുഴുവൻ നക്ഷത്രങ്ങളെ എണ്ണി നോക്കി നിന്നു. അത്രമാത്രം ടെൻഷനോട് കൂടിയായിരുന്നു സുധീഷ്. അങ്ങനെ പിറ്റേന്ന് പുലർച്ചെ സുഭാഷ് കാണുന്നത് മുറ്റത്ത് നിൽക്കുന്ന ഭാസ്കരനെയാണ്. കയ്യിലുണ്ടായിരുന്ന മദ്യക്കുപ്പി അയാൾ ദൂരത്തേക്ക് എറിഞ്ഞു. തൻ്റെ പ്രിയപ്പെട്ടവളുടെ താലിയാണ് മകൻ അണിഞ്ഞു കൊടുത്തിരിക്കുന്നത് എന്ന ബോധം അയാളെ പുതിയൊരു മനുഷ്യനാക്കി മാറ്റി. എടാ സുഭാഷേ, എൻ്റെ മക്കൾക്കിനി ഒരു കുറവും വരുത്തരുത്. ആ കുട്ടിക്ക് എന്നെ പേടിയാണെന്ന് എനിക്കറിയാം. പക്ഷേ സ്നേഹം കൊണ്ട് അവളെ നമുക്ക് മാറ്റിയെടുക്കണം. ഭാസ്കരൻ പറഞ്ഞത് കേട്ട് സുഭാഷ് പോലും അത്ഭുതപ്പെട്ടു നോക്കി. നിധി അങ്ങനെ പടിയിറങ്ങാൻ തയ്യാറായി മുറ്റത്തേക്ക് വന്നപ്പോഴാണ് ഒരു കാറ് വീടിന് മുന്നിൽ വന്ന് നിൽക്കുന്നത് കണ്ടത്. എല്ലാവരും അന്തം വിട്ടു നോക്കി നിന്നു. കാറിൽ നിന്നും ഇറങ്ങി വന്നത് നിധിയുടെ അച്ഛനായിരുന്നു. തൻ്റെ മകളുടെ കല്യാണം വീണ്ടും വീട്ടിൽ വെച്ച് ചടങ്ങോടുകൂടെ തന്നെ കഴിഞ്ഞ കാര്യം ആരോ അയാളെ വിളിച്ച് അറിയിച്ചതനുസരിച്ചിട്ടാണ് അയാൾ അങ്ങോട്ടേക്ക് വന്നത്. അന്നേരം രാജീവിനെ കണ്ടതോടുകൂടെ തന്നെ എല്ലാവരും പേടിച്ചു പോയി. നിധി സത്യങ്ങൾ പറയുമെന്ന് സുധീഷ് കരുതി. പക്ഷേ തൻ്റെ അച്ഛൻ്റെ ക്രൂരതകൾ ഓർമ്മയുള്ള നിധി അവിടെ വെച്ച് ഒരു തീരുമാനമെടുത്തു. അന്യനായ സുധീഷിൻ്റെ കൂടെ ജീവിക്കുന്നതാണ് സ്വന്തം അച്ഛൻ്റെ ക്രൂരതയേക്കാൾ നല്ലത് എന്ന് അവൾ തിരിച്ചറിഞ്ഞു. അവൾ സുധീഷിൻ്റെ കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ വരാൻ വൈകിപ്പോയി. ഞാൻ ഇവിടെ സന്തോഷവതിയാണ് അച്ഛാ. അങ്ങനെ നിധി അച്ഛൻ്റെ കൂടെ തിരികെ പോവാതെ അവിടെ തന്നെ നിന്നു. അച്ഛൻ തിരിച്ചു പോയെങ്കിലും നിധിയുടെ ഉള്ളിലെ മുറിവ് ഉണങ്ങിയിരുന്നില്ല. അവൾ സുധീഷിനോട് പറഞ്ഞു, ഞാൻ അച്ഛൻ്റെ മുന്നിൽ വെച്ച് അങ്ങനെയൊക്കെ അഭിനയിച്ചതാണ്. പക്ഷേ നിന്റെ സ്നേഹം സത്യമാണെങ്കിൽ അതെനിക്ക് ബോധ്യപ്പെടാൻ ഇനിയും സമയം വേണം. സുധീഷ് അന്നേരം പുഞ്ചിരിച്ചുകൊണ്ട് തന്നെ തലയാട്ടി. ആ വീടിൻ്റെ മുകളിൽ ഒരു പുതിയ പ്രണയത്തിൻ്റെ കിരണങ്ങൾ ഉദിച്ചു തുടങ്ങുകയായിരുന്നു. എന്നാൽ ഇതെല്ലാം തന്നെ ദൂരെ നിന്ന് കണ്ടുകൊണ്ട് നിൽക്കുന്ന സമയത്തിന് സുഭാഷ് പ്രാർത്ഥിച്ചു, ദൈവമേ, ഈ കള്ളങ്ങൾക്കിടയിലും അവരുടെ ജീവിതത്തിൽ ഒരു സത്യസന്ധമായ പ്രണയം പൂത്തുലേട്ടെ. സുധീഷ് ആ പെൺകുട്ടിയെ അത്രത്തോളം സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ ആ സ്നേഹമൊന്നും ഇന്നേ വരെ പെൺകുട്ടി മനസ്സിലാക്കിയിട്ടില്ല. എങ്ങനെയെങ്കിലും നിധിയുടെ മനസ്സ് മാറണമേ എന്നും നിധിയും സുധീഷും നല്ല രീതിയിൽ തന്നെ സ്നേഹിച്ച് ജീവിക്കണമേ എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ നിൽക്കുന്ന നിധിയെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. കൂടുതൽ എപ്പിസോഡായിട്ട് നാളെ വരാം. ബൈ.